ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1939. ഇന്ന് ഏപ്രിൽ മാസം 22-ാം തീയതി, 112-ാമത്തെ ദിവസത്തിലെത്തി. ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞ് ആദ്യത്തെ ആഴ്ച പ്രകാശത്തിൻ്റെ ദിനങ്ങളാണ്. പ്രകാശത്തിൻ്റെ ദിനങ്ങളിൽ നമ്മൾ എന്തുമാത്രം പ്രകാശത്തിൽ തന്നെയാണ്. ഉറപ്പുവരുത്താനായിട്ട് എന്തുമാത്രം ബാധ്യതയുണ്ട്. ഒരാണ്ടുകൂടി ഒരു വലിയ നോമ്പിലൂടെ കടന്നു പോകാനായിട്ട് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ പീഡാനുഭവ അനുസ്മരണ ശുശ്രൂഷകളിലൊക്കെ സംബന്ധിക്കാനായിട്ട്, ഒടുവിൽ നല്ലൊരു ഉയർപ്പ് പെരുന്നാളിൻ്റെ അനുഗ്രഹം ലഭിക്കാനായിട്ടൊക്കെ ദൈവമൊരുക്കിയ അവസരത്തെ നമ്മൾ മറന്നുപോയോ? അതുകൊണ്ട് തന്നെ ഈ ചെറിയ ജീവിതത്തിൻ്റെ ബാക്കി നാളുകളിൽ, മിച്ചമുള്ള താളുകളിൽ പ്രകാശത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു മുദ്ര സ്ഥിരമായി പതിപ്പിക്കട്ടെ. വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പറയുന്നൊരു കഠിനമായ വചനമുണ്ട്. കാഴ്ച കാണാനായിട്ട് ഓടിക്കൂടിയ ആൾക്കൂട്ടം ഇതെല്ലാം കണ്ട് മാറത്തടിച്ച് നിലവിളിച്ച് മടങ്ങിപ്പോയത്. അല്ലേലും അങ്ങനെയാണ്. കാഴ്ച കാണാനായിട്ട് കൂടുന്നവരുടെ ശരിക്കും വിധി അതുതന്നെയാണ്. അവർ പിന്നെ എന്തു ചെയ്യും? വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിലാണ്. അതൊന്ന് കണ്ടെത്താൻ പറ്റുമോ? ഈ കുരിശീകരണത്തിന് കൂട്ടുനിന്ന നേതൃത്വം വഹിച്ച ശതാധിപൻ പറയുന്നൊരു കാര്യമുണ്ട്. പടയാളികളുടെയൊക്കെ സംഘനേതാവാണ് അയാൾ. പറയുന്നുണ്ട്, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. അങ്ങനെ ഒരു സാക്ഷ്യം കുരിശിന്റെ പരിസരത്ത് നിന്ന്, ഒരു പരിധിവരെ പറഞ്ഞാൽ അവന്റെ ശത്രുക്കൾ ഇടയിൽ നിന്ന്, അവനെ കൊന്നുകളയാനായിട്ട് നേതൃത്വം വഹിച്ച ആളുകൾക്കിടയിൽ നിന്ന് ഒരാൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ജനക്കൂട്ടത്തിന്റെ പ്രതികരണം വിശുദ്ധനായ ലൂക്കോസ് എഴുതുന്നത്. കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ട്, വായിക്കുമ്പം കണ്ടു മാത്രമല്ല കണ്ടും കേട്ടും മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. വെറും കാഴ്ചക്കാർ മാത്രമായിരുന്നു നമ്മൾ ഇതിനൊക്കെ. അല്ല, നമ്മൾ ഇതിനൊക്കെ കാഴ്ചക്കാരെങ്കിലും ആയിട്ടുണ്ടോ? അറിയില്ല. ഒന്ന് ഉറപ്പുവരുത്തണേ. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.